തിരുവനന്തപുരം പെരുമാതുറ മുതലപ്പുഴി ഹാർബറിലുണ്ടായ വള്ളം അപകടത്തിൽ കാണാതായ 2 മത്സ്യത്തൊഴിലാളികൾക്കായുള്ള ഇന്നത്തെ തിരച്ചിൽ പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് താൽക്കാലികമായി അവസാനിപ്പിച്ചു. അഞ്ചുതെങ്ങ് സ്വദേശികളായ ഫ്രീമോൻ, ഷിജിൻ എന്നിവരെയാണ് കണ്ടെത്താനുള്ളത്. വെള്ളിയാഴ്ച രാത്രി 9 മണിയോടെ മത്സ്യബന്ധനം കഴിഞ്ഞ് മടങ്ങി വന്ന വള്ളം ശക്തമായ തിരയിൽപ്പെട്ട് ചരിഞ്ഞാണ് അപകടമുണ്ടായത്. അഞ്ചുതെങ്ങ് സ്വദേശി ജോസിന്റെ വള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. ജോസ്, സ്മിത്ത്, ഫ്രീമോൻ, ഷിജിൻ എന്നിവരാണ് വള്ളത്തിലുണ്ടായിരുന്നത്. ഇതിൽ ജോസ്, സ്മിത്ത് എന്നിവർ സുരക്ഷിതമായി രക്ഷപ്പെട്ടു. തിരയിൽപ്പെട്ട വള്ളത്തിൽ നിന്നും ഷിജിൻ കടലിലേക്ക് തെറിച്ചു വീഴുകയും ഷിജിനെ രക്ഷപ്പെടുത്താനായി ഫ്രീമോൻ കടലിലേക്ക് ചാടുകയുമായിരുന്നു. ഇവർ നീന്തി പെരുമാതുറ ഭാഗത്തെ പുലിമുട്ടിലെത്തിയെങ്കിലും പെട്ടെന്നുണ്ടായ ശക്തമായ തിരമാലയിൽപ്പെട്ട് ഇരുവരെയും കാണാതാവുകയായിരുന്നു. വെള്ളിയാഴ്ച രാത്രിയോടെ കോസ്റ്റൽ പോലീസും ഫിഷറീസ് വാർഡന്മാരുടെയും നേതൃത്വത്തിൽ തിരച്ചിൽ ആരംഭിച്ചെങ്കിലും ശക്തമായ കാറ്റും മഴയും കടലാക്രമണവും രക്ഷാപ്രവർത്തനത്തെ സാരമായി ബാധിച്ചു. അഴിമുഖത്ത് വലിയ തിരമാലകൾ ആഞ്ഞടിച്ചതിനാൽ രക്ഷാപ്രവർത്തകർക്ക് കടലിലേക്ക് ഇറങ്ങാൻ സാധിച്ചിരുന്നില്ല. തുടർന്ന് ശനിയാഴ്ച രാവിലെ രക്ഷാപ്രവർത്തനം വൈകിയതായി ആരോപിച്ച് മത്സ്യത്തൊഴിലാളികൾ തീരദേശപാതയും അഞ്ചുതെങ്ങ് കോസ്റ്റൽ പോലീസ് സ്റ്റേഷനും ഉപരോധിച്ചെങ്കിലും മത്സ്യത്തൊഴിലാളി സംഘടനാ നേതാക്കളും ഇടവക വികാരികളും MLA രമ്യ ഹരിദാസുമായി നടത്തിയ ചർച്ചയെ തുടർന്ന് ഉപരോധ സമരത്തിൽ നിന്നും പിന്മാറുകയായിരുന്നു. 4 മണിക്ക് തെരച്ചിൽ നടക്കുമെന്ന് കണ്ടില്ല. 5 മണിയായിട്ട് 5 മണിക്ക് തെരച്ചിൽ നടക്കുമെന്ന് പറഞ്ഞ് കണ്ടില്ല. ഞങ്ങൾ 5:30 അവിടെ ഉണ്ട്. 5:30 പോയതിനു ശേഷം 6-6:15 എപ്പോഴാണ് ഇവിടെ നിന്ന് പോലീസ് വരുന്നത്. അതുവരെ ഒരു തെരച്ചിലില്ല. ഇവിടെ വിളിച്ചുറഞ്ഞ് കോസ്റ്റ് ഗാർഡ് ഉണ്ട്, അവരുണ്ട് തെരച്ചിലിന്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു അപകടം നടക്കുമെന്ന് അവർക്കറിയാം. മഴയും കാറ്റും വരുമ്പോൾ അപകടം നടക്കുമെന്ന് അവർക്കറിയാം. അപ്പൊ എന്തുകൊണ്ട് ഒരു കോസ്റ്റ് ഗാർഡിന്റെ കപ്പലിനെ അവർ നിയമിച്ചില്ല? ഈ 2 ജീവനും കല്ലിൽ പിടിച്ചു കിടന്ന ജീവനാണ്. 2 ജീവനും കല്ലിൽ പിടിച്ചിടുന്ന ജീവനാണ്. നമുക്ക് വീട്ടിൽ കൊണ്ടുവരാറുണ്ട്. കോസ്റ്റ് ഗാർഡിന്റെ കപ്പലില്ല. ഇവിടെ കൊണ്ടുവന്നപ്പോ പറയണ് ഇന്നാ റിങ് മത്സ്യത്തൊഴിലാളികളെ രക്ഷിക്കാൻ. മത്സ്യത്തൊഴിലാളികളെ ജീവന് രക്ഷയില്ലേ? ഇന്നലെ 8 മണിക്ക് സംഭവിച്ച സംഭവം ഇന്ന് മാറി 8 മണി ആയിട്ട് പറയണ് വിഴിഞ്ഞത്തുനിന്ന് കപ്പൽ വന്നില്ലെന്ന്. അപ്പൊ ഞങ്ങളുടെ ചേട്ടന് ജീവനില്ല, ഞങ്ങളുടെ മനുഷ്യന് വിലയില്ലേ? എന്തൊരു പറയണത് നിങ്ങള്? അവളിരിക്കണ 2 പിഞ്ച് ബാലകുമാരുണ്ടോ? സർജറിക്ക് വേണ്ടി നാട്ടിൽ വന്ന ചിറയൻകീഴ് MLA രമ്യ ഹരിദാസിന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളുടെ ഏകോപനത്തോടെയാണ് രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിച്ചത്. അപകടത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് മുഖ്യമന്ത്രിയുമായും ഫിഷറീസ് വകുപ്പ് മന്ത്രിയുമായും MLA നേരിട്ട് ബന്ധപ്പെടുകയും അടിയന്തരമായി കൂടുതൽ സംവിധാനങ്ങൾ സംഭവ സ്ഥലത്ത് എത്തിക്കുകയും ചെയ്തു. നമ്മളിപ്പോൾ ഒരു 2-3 മണിക്കൂറുകളായി ഇപ്പോൾ ഇത് തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പുറംകടലിലേക്ക് പോയിരിക്കുന്ന ബോട്ടുകൾ ഏതെങ്കിലും പെട്ടിരിക്കുന്നോ എന്നുള്ളതും കൂടി പരിശോധന നടത്തുന്നുണ്ട്. അപ്പം മറൈൻ്റെ ഒരു സംവിധാനവും കോസ്റ്റലിൻ്റെ ഒരു സംവിധാനവുമാണ് ഈ പരിശോധനയ്ക്കായിട്ട് നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വന്നിരിക്കുന്നത്. നേവിയുടേത് വരാൻ വേണ്ടി റെഡിയാണ്. പക്ഷെ കൊച്ചി അന്തരീക്ഷം കാലാവസ്ഥ കാറ്റും മഴയായ കാരണമാണ് വരാൻ സാധിക്കാത്തത്. പരിശോധന നടക്കുന്നുണ്ട്. പക്ഷേ രൂക്ഷമായിരിക്കുന്ന കടൽക്ഷോഭമാണ്. അതുകൊണ്ട് തന്നെ ഈ സംവിധാനങ്ങൾക്ക് വളരെ ദ്രുതഗതിയിൽ ഒരു പരിശോധന പൂർത്തിയാക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. വളരെ ശ്രദ്ധിച്ചുകൊണ്ടിട്ടുള്ള ഒരു പരിശോധനയാണ് ഇപ്പം ഈ ഒരു രൂക്ഷമായ സാഹചര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഉച്ചയോടെ കോസ്റ്റ് ഗാർഡിന്റെ കപ്പൽ, നാവികസേനയുടെ ഹെലികോപ്റ്റർ, പോലീസ് ഡ്രോൺ എന്നിവ സ്ഥലത്തെത്തി തിരച്ചിൽ ഊർജിതമാക്കിയത്. തുടർച്ചയായ തിരച്ചിലിനൊടുവിൽ മോശം കാലാവസ്ഥയും രാത്രി വൈകിയ സാഹചര്യവും കണക്കിലെടുത്താണ് ഇന്നത്തെ തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവച്ചത്. ഞായറാഴ്ച രാവിലെ മുതൽ തിരച്ചിൽ വീണ്ടും ഊർജിതമാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. തലസ്ഥാന വാർത്തകൾ, പെരുമാതുറ.